എൻ്റെ പേര് ആര്യ. എനിക്കിപ്പം ഏകദേശം 30 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞ് ഈ ഒരു വീട്ടിലേക്ക് താമസമായിട്ട് ഇപ്പം ഏകദേശം 5 വർഷം കഴിയുന്നു. ഇവിടെ താമസിക്കാൻ തീരെ പറ്റുന്നില്ല. അയലത്തെ വീട്ടിലെ ശല്യവും അതും എല്ലാം ഉണ്ടായിരുന്നു. ദേ മനുഷ്യ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറിയേ പറ്റത്തുള്ളൂ. ഞാൻ ഷിബുച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ആള് ഞാൻ പറയുന്ന സമയത്ത് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് ഈ ഒരു കാര്യം തന്നെ പറയുന്നു. അപ്പുറത്തെ വീട്ടിലെ ശല്യങ്ങളും കള്ളുപിടിയും പിന്നെ ആ വഴക്കും കാര്യങ്ങളൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വീട്ടിലാണെങ്കിൽ തീരെ സൗകര്യം കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ പറ്റുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു. ഇന്നാണെങ്കിൽ 2 പേര് വീടും വസ്തുവും കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടു. അവരെന്നെ വന്നു നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അതുമാത്രമായിരുന്നു ഒരാശ്വാസം. എന്തൊക്കെയായാലും ആരെങ്കിലും ഒന്ന് കാണാൻ വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഞാൻ തന്നെ ആദ്യം ഒരു കാര്യം ചെയ്തു. അടുക്കളയും ഹോളും പിന്നെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ടു. ആൾക്കാർ വരുന്നതല്ലേ, ഒന്ന് കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവരിനി വൃത്തിക്കുറവോ അങ്ങനെയൊന്നും കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലല്ലോ. വീടിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ക്ലീനാക്കി വെച്ചു. വീട്ടിലാണെങ്കിൽ ഷിബുച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണേന്ന് മാത്രമേ ഷിബുച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഇനി മുറ്റവടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് മിച്ചം പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇനി അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ റെസ്റ്റായി. ഞാൻ എപ്പോഴും വീട്ടിലിടുന്നത് ചുരിദാറാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്ന സമയത്ത് ഇവിടുത്തെ അയൽക്കാരും പിന്നെ അമ്മായിയമ്മയും എല്ലാവരും പറഞ്ഞത് മാക്സിയോ അങ്ങനെ എന്തെങ്കിലും ഇടാനാണ്. അതല്ലേ കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ മാക്സിയിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷേ എനിക്കെപ്പോഴും കംഫർട്ട് ചുരിദാർ തന്നെയായിരുന്നു. അത് മറ്റൊന്നുകൊണ്ടായിരുന്നില്ല, ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ഒരു പ്രകൃതമായിരുന്നു. കൊച്ചു പ്രായത്തിൽ തൊട്ടേ അത്യാവശ്യം വണ്ണമുള്ള പ്രകൃതമായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ചുരിദാറും കാര്യങ്ങളും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം വണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ജിം ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് കുറച്ചെടുത്തത് മാത്രമാണ്. പിന്നെ ഒരു 30 വയസ്സിൻ്റെ ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ണവും നീളവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു നീല ചുരിദാറായിരുന്നു ഞാൻ ഇട്ടിരുന്ന വേഷം. അതെനിക്ക് ഓണത്തിന് അമ്മ വായിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഒന്ന് ഷേപ്പ് അടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കാരണം കുറച്ച് ലൂസാണ്. അതായതുകൊണ്ട് തന്നെ ഷേപ്പ് അടിക്കാൻ അന്ന് നേരം കിട്ടില്ല. പിന്നെ വീട്ടിലിട്ടുകൊണ്ട് നിൽക്കുന്നതല്ലേ, അതുകൊണ്ടാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടു. നീല ചുരിദാറും പിന്നെ വൈറ്റ് ലെഗിൻസ് പാൻറ്റും എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അത് വിട്ടുകൊണ്ട് ഇന്നൊന്ന് മുറ്റമടിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. നേരെ പുറത്തേക്ക് തിരിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ 2-3 ദിവസമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് തൂക്കാതെയും മാറാതെയും ഇട്ടിരുന്ന സ്ഥലമായിരുന്നു. എന്തൊക്കെയായാലും ആൾക്കാർ വരുന്നല്ലേ, കണ്ടു കഴിഞ്ഞിട്ട് മോശമുണ്ട് എന്ന് വിചാരിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങി മുറ്റമടിക്കാനായിട്ട് ആരംഭിച്ചു. ആദ്യം ആ ഒരു സിറ്റൗട്ടിൻ്റെ അരികിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്തുകൂട്ടി. ശേഷം പടിഞ്ഞാറ് വശവും പിന്നെ തെക്ക് വശവും നന്നായിട്ടൊന്ന് അടിച്ചു വാരി ഒരു മൂലയിലേക്ക് കൂട്ടി വന്നതിന് ശേഷം പിന്നീട് ആ ഒരു ഫ്രണ്ട് വശത്തായിരുന്നു ബാക്കി കിടന്നത്. അത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു. ആരെങ്കിലും വന്നു കണ്ടു കഴിഞ്ഞാൽ അതായിരുന്നല്ലോ ആദ്യം ശ്രദ്ധിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നേരെ ആ ഒരു ഫ്രണ്ട് വശത്തേക്ക് വന്നു. അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ചു വാരണം. ആ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് കവറും പിന്നെ ഇലകളും കരിയിലയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഞാനിങ്ങനെ തൂത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിഴൽ എൻ്റെ അരികിലേക്ക് ഇങ്ങനെ വരുന്നതാണെങ്കിൽ എനിക്ക് തോന്നി. പെട്ടെന്ന് ആ ഒരു നിഴല് കണ്ടിട്ട് ഞാൻ മെല്ലെ എൻ്റെ തലയൊന്ന് ഉയർത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വെള്ള മുണ്ടും പിന്നെ ഒരു ജുബ്ബ പോലത്തുള്ള ഒരു ഷർട്ട് പോലൊരു സാധനം ഇട്ട് തലയിൽ ഒരു തലപ്പാവ് പോലെ എന്തോ ഉണ്ട്. പിന്നെ വേറൊരു മനുഷ്യനും, ആള് പാൻറ്റും ഒരു ഷർട്ടുമായിരുന്നു ഇട്ടിരുന്നത്. ആ വെള്ളം മുണ്ടെടുത്തുകൊണ്ട് വന്ന മനുഷ്യൻ്റെ പ്രായം ഏകദേശം ഒരു 45-50 വയസ്സിനിടയിൽ തോന്നും. മറ്റേയാൾ ഏകദേശം ഒരു 38-40, ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ മുടിയൊക്കെ അല്പം ഒന്ന് നരച്ചിട്ടുണ്ട്, എങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ല ലുക്കാണ്. ഈ 2 പേരായിരുന്നു അവിടേക്ക് വന്ന് കയറിയത്. പെട്ടെന്ന് ഞാൻ അവരെ 2 പേരെയും ഒന്ന് നോക്കി. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവരെന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയാണൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ പെട്ടെന്ന് ആ ഒരു ചൂല് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ശേഷം
കഴുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ആരാ എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് ആ മുന്നിൽ നിന്നായിരുന്ന ആ ഒരു വെള്ളം കൊണ്ടെടുത്ത ഒരു കാക്കയായിരുന്നു. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ സ്ഥലം നോക്കാനും വീട് നോക്കാനായിട്ട് വന്നതാണ്. പെട്ടെന്ന് എനിക്ക് ഒരു പുഞ്ചിരി തോന്നി. ഞാൻ പറഞ്ഞു, വന്നോളൂ. ആ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പോകുന്ന സമയത്ത് രണ്ടുപേരും കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടുപേരെയും വിളിച്ച് സിറ്റൗട്ടിലേക്ക് ഇരുത്തി. അവർ ഒരു ചിരിയോടെ അകത്തേക്ക് കയറിയിരുന്നു. രണ്ടുപേർക്കും കുടിക്കാൻ എന്താ വേണ്ടേ, ചായയോ കാപ്പിയോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആ വെള്ളം കൊണ്ടെടുത്ത ആ മനുഷ്യൻ പറഞ്ഞു, ചായ എന്തെങ്കിലും മതി. പിന്നെ ഞങ്ങളങ്ങ് എല്ലായിടത്തും പോയി അങ്ങനെ ചായ കുടിക്കുന്ന പതിവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വസ്തു കാണണം, പോകണം, അത് മാത്രമേ ഉള്ളൂ. ആ ആയിക്കോട്ടെ, ഇവിടം വരെ വന്ന സമയത്ത് ഒരു ചായ കുടിക്കാതെ പോകുന്നത് അങ്ങനെ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ശേഷം അടുക്കളയിൽ പോയി ചായ ഇടലായിരുന്നു എൻ്റെ പതിവ്. മറ്റൊന്നും ആയിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ വസ്തുവും കാര്യങ്ങളും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചതിന് ശേഷം ഉള്ള കാശ് മേടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം. ഇവിടെ തീരെ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ രണ്ടുപേർക്കും ചായ ഇട്ട് 2 ഗ്ലാസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ തന്നെ രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് രണ്ടുപേർക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തു. പെട്ടെന്ന് ആ കാക്ക അത് വാങ്ങിച്ചതിന് ശേഷം അത് മെല്ലെ മെല്ലെ ഊതി ഊതി കുടിക്കാൻ തുടങ്ങി. അയാളും അതേ കണക്ക് മധുരമൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളതൊക്കെ ഇട്ട് കുടിക്കുന്ന ആൾക്കാരാണേ, ഞങ്ങളങ്ങനെ വയസ്സുമാരൊന്നുമല്ല എന്നൊരു കമൻറ്റ് വന്നു. ഞാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടേക്ക് മാറിയിരുന്നു. ഞങ്ങളിന്ന് ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ, അവിടെ അകത്തേക്ക് കയറുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നിങ്ങൾ കയറി കണ്ടോളും എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവർ അകത്തേക്ക് കയറി. ശേഷം എൻ്റെ റൂമും ഹോളും കിച്ചണും എല്ലാം നല്ല വൃത്തിയിൽ തന്നെ കിടക്കുകയായിരുന്നു. കുറച്ച് സമയം അവർ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് കുറേ നേരം എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു. ശേഷം അവിടെ നിന്ന് ആ കാക്കയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടൈമിൽ തന്നെ ആ ഒരു കട്ടിലേക്ക് കയറിയിരുന്നു. ശേഷം കട്ടിലിരുന്നു കൊണ്ട് ജനാലയിൽ കൂടി പുറത്തേക്ക് ഇങ്ങനെ നോക്കി. ആ സമയത്ത് എന്തോ അവരിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് മറ്റൊന്നും ആയിരുന്നില്ല, തൊട്ട് അപ്പുറത്തെ വീട്ടിൽ നല്ല ചീത്ത പറച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതായിരുന്നു അവരിങ്ങനെ ശ്രദ്ധിച്ചതെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടേക്ക് ശ്രദ്ധിക്കുമ്പോൾ അപ്പുറത്തെ ആ മനുഷ്യനും ആ സ്ത്രീയും കൂടെ കിടന്ന് ഭയങ്കര അലപ്പലപ്പും അതേപോലെ തന്നെ ചീത്തവിളിയും അതെല്ലാം ഉണ്ടായിരുന്നു. ആ സമയം ഞാൻ തന്നെ വിചാരിച്ചു, ഇവരിറങ്ങി പോകുമോ ദൈവമേ, എൻ്റെ പ്രതീക്ഷകളെല്ലാം തീരുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ വെള്ളം മുണ്ട് ഉടുത്ത മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ പാൻറ്റുകാരൻ്റെ അടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ കുശി കുശാന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ചെന്നു. ഞാനും അവരും പിന്നെ ആ മനുഷ്യന്മാരും മാത്രം ഉണ്ടായിരുന്നു ആ റൂമിൽ. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ വെള്ള വസ്ത്രധാരിയായ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ അപ്പുറത്തെ വീട്ടിൽ നല്ല അടിയും വഴക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് അവരെന്തെങ്കിലും ഒരു കശപിശകൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്കെല്ലാം ഒന്ന് അന്വേഷിക്കണം, അതിനുശേഷം മാത്രമേ എനിക്ക് വീട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു പറച്ചിൽ. ആ സമയം ഞാൻ മൗനമായിട്ട് നിന്നു, ഒന്നും വേണ്ടിയില്ല. ഞങ്ങളൊന്ന് പുറത്തേക്ക് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ അടിയുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് ആ പരിസരവും കാര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നു. അങ്ങനെ തിരിച്ചു വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അകത്തിടുന്ന സോഫയിൽ അവിടെ ഇങ്ങനെ ഇരുന്നു. ആകെ 2 സോഫയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അയാൾ ഇരുന്നു, ഒന്ന് മറ്റേ ആൾ വരുന്നു. ശേഷം ഒരു ട്രിപ്പിളായിട്ടുള്ള സോഫ ഉണ്ടായിരുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഞാനും മാറിയിരുന്നു. ഇനി നമുക്ക് മാറ്ററിലേക്ക് വരാം. ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പുറത്തുള്ള കാര്യങ്ങളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരത് പറയുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു, ഒരു ആകാംക്ഷയും കാര്യങ്ങളും എന്താണ് അടുത്തത് പറയുന്നത് കേൾക്കാനായിട്ട്. ശേഷം ആ വെള്ള വസ്ത്രധാരിയായ മനുഷ്യൻ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് ബാക്കിയൊന്നും കുഴപ്പമില്ല, പക്ഷേ അപ്പുറത്തുള്ള ആ ഒരു തെറിവിളിയും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നമാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് അങ്ങനെ വഴക്കം കാര്യങ്ങളൊക്കെ കൂടാറുണ്ട്, അല്ലാതെ അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ കാരണമെന്ന് വെച്ചാൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മാറി താമസിക്കാമെന്ന് വെച്ചത്
എന്നായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അവർ പരസ്പരം ഒന്ന് ചിരിച്ചു. ശേഷം അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ആ കവലയിൽ ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ കേട്ടു ഇവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും കുഴപ്പമാണെന്നുള്ള കാര്യം. അപ്പം തന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായെന്ന് എനിക്കും മനസ്സിലായി. പിന്നീട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മൂളി മൂളി ഇങ്ങനെ കേട്ടു. ശേഷം അവർ എന്നോടായിട്ട് പറഞ്ഞു, ഏതായാലും ഞങ്ങൾ നോ എന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾക്കെല്ലാം ഒന്ന് ആലോചിച്ച് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഭർത്താവ് എപ്പോഴായിരിക്കും വരുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു വൈകുന്നേരമാവും, ഇപ്പോൾ 11 മണി ആയിട്ടേ ഉള്ളൂ എന്ന് മാത്രം ഞാൻ അവരോട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഒരു കരാറും കാര്യങ്ങളും ഉറപ്പിച്ചിട്ട് പോയാൽ പറയാം, ഞാൻ എന്തെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാം കുറച്ച് നേരത്തെ വരാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ആ സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് വരാം എന്നായിരുന്നു അവരുടെ ഒരു തീരുമാനം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പാൻറ്റിട്ട് വന്ന ആ ഒരു മനുഷ്യന് നേരത്തെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം അയാൾ മറ്റേ ആ വെള്ള വസ്ത്രധാരിയായിട്ടുള്ള ആ ഒരു കാക്കിയെടുത്ത് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നിങ്ങളിവിടെ ഇരിക്കുകയും അത് കണ്ടെന്താണെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് അത് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തിട്ട് വന്നാൽ മതി, ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം എന്നായിരുന്നു അയാൾ പറഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇവരുടെ ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും അത് ചെയ്തു തീർക്കാം എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരോടും യാത്ര പറഞ്ഞ് ആ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ ഞാനും മറ്റേ ഉണ്ടായിരുന്ന ആ ഒരു 45 വയസ്സുള്ള ആ മനുഷ്യനുമായിരുന്നു അവിടെ ഇരിക്കുന്നത്. സോഫയിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുറച്ച് സമയം ഇരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഇയർലി മാരേജ് ആയിരുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ കുറച്ച് ഒരു 5 വർഷമായി, എനിക്കും ഏകദേശം 30 വയസ്സുണ്ട് എന്ന് അയാളോട് ഞാൻ പറയുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്ര പ്രായം തോന്നിക്കുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ സുന്ദരിയായൊരു പെൺകുട്ടി, പക്ഷേ നിങ്ങളുടെ ഭർത്താവ് അത്യാവശ്യം കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ എന്ന് അയാളോട് ചോദിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുടിക്കാറുണ്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആ സമയത്ത് തന്നെ അയാൾ പുഞ്ചിരിയോട് പറഞ്ഞു, ആള് കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങാറില്ല എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ഒരു നിമിഷം ഞാനൊന്നും മിണ്ടാതെ നിന്നു. നിങ്ങളുടെ പേര് ആര്യ എന്നാണല്ലേ? ആ സമയം ഞാൻ പറഞ്ഞു, അതെ. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറിച്ച്, ഞങ്ങൾ നേരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. ആൾ എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഞാൻ കൂടുതലൊന്നും അങ്ങോട്ട് സംസാരിക്കാൻ പോയില്ല. എങ്ങനെയെങ്കിലും വസ്തു ഒന്ന് കച്ചവടമായി കിട്ടണം, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇരുന്നു. ഉച്ചക്കലത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ആയോ എന്നയാൾ ചോദിച്ചു. ഞങ്ങളവിടെ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല, എന്തെങ്കിലും കഞ്ഞിയോ കാര്യങ്ങളോ എന്തെങ്കിലും റെഡിയാക്കും. ഹസ്ബൻഡ് ചില സമയത്താണെങ്കിൽ ഉച്ചയ്ക്ക് വരില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾക്കുള്ളതും ഞാൻ വെച്ചിട്ടുണ്ട്. ഉച്ചയാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കഞ്ഞിയും കറിയൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് തരാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഞമ്മക്ക് എന്തൊക്കെയായാലും പ്രശ്നമൊന്നുമില്ല, എന്ത് കിട്ടിയാലും നമ്മൾ കഴിച്ചോളും എന്ന് അയാളൊരു പുഞ്ചിരിയോട് പറയുന്ന സമയത്ത് വീണ്ടും അപ്പുറത്തെ വീട്ടിൽ നിന്നും ബഹളം ഇങ്ങനെ കേൾക്കുന്നു. ആ സമയം അയാൾ അങ്ങനെ ശ്രദ്ധിച്ചങ്ങോട്ട് നോക്കി. ആ സമയം ഞാനും അവിടേക്ക് ശ്രദ്ധിച്ചു. ഇതെന്താ ഇങ്ങനെ തീരാതെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? ഇങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് തീരുമാനിക്കണം കേട്ടോ എന്ന് അയാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും, പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് മാത്രം ഞാനിങ്ങനെ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഞാൻ കള്ളം പറയുന്ന കണക്ക് അയാൾക്ക് തോന്നാൻ പാടില്ലല്ലോ. ഇന്നലെ ശുഭിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 35 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ വീടും വസ്തുവും അവരെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പൈസ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ എന്തോ ഒരു മടുപ്പ് പോലെ തോന്നി എഴുന്നേറ്റു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഇത് നടപടിയാവുന്ന കേസല്ലെന്ന് തോന്നുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു. ഞാൻ അയാളുടെ മുന്നിൽ കയറി നിന്നു. പെട്ടെന്ന് ഞാൻ അറിയാതെ തന്നെ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. ശേഷം ഞാൻ പറഞ്ഞു, ദയവേത് നിങ്ങൾ പോകരുത്, എനിക്ക് വേറെ നിവൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് വിറ്റ് കിട്ടിയാൽ മാത്രം മതി. ഞാൻ അയാളുടെ അടുത്ത് ഒന്ന് കെഞ്ചി സംസാരിച്ചു.
ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളുടെ മുഖത്ത് ഒരു പുച്ഛവും പിന്നെ ഒരു പരിഹാസവും നിറഞ്ഞ ഒരു പുഞ്ചിരിയോടുള്ള ഒരു ഭാവം മാത്രമായിരുന്നു. എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. കൊച്ചെ, ഇതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ശല്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ വല്ലതും ഉണ്ടോ? ഇതൊന്ന് വാടകയ്ക്ക് കൊടുത്താൽ പോലും ചില സമയത്താണെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് പോലും ആൾക്കാരെടുക്കത്തില്ല. ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യാനാണ് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഒരു നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ വീണ്ടും കെഞ്ചി. ഞാൻ നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നേരെ വരുന്നതുമല്ല. പിന്നെ ഇതിപ്പം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആകെ പെട്ടുപോകും എന്നൊക്കെ ഞാൻ അയാളടുത്ത് കെഞ്ചി കെഞ്ചി സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സംസാരം കേട്ടതുകൊണ്ട് മാത്രമാണെന്നറിയില്ല, ആ സമയം ഞാനും അയാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അയാൾ ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു. വാതിലിൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ വരെ എത്തിയതായിരുന്നു ആ മനുഷ്യൻ. ശേഷം ആ ഒരു സോഫയുടെ അടുത്ത് നിന്ന് ഒന്ന് നോക്കി. ശേഷം ഞാൻ അറിയാതെ തന്നെ ആള് എൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. പെട്ടെന്ന് ഞാനും അദ്ദേഹത്തിനൊപ്പം ആ ഒരു റൂമിലേക്ക് കയറി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ കിടക്കയും കാര്യങ്ങളൊക്കെ വെച്ച് ആ സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ജനാലയുടെ അരികിലിങ്ങനെ പോയി നിന്നിട്ട് അപ്പുറത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷണത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാനും അവിടത്തേക്ക് ചെന്നു. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ ജനലിൻ്റെ ആ ഒരു അരികിലേക്ക് വിളിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് കയറുന്നു. പെട്ടെന്ന് അയാളിനെ ചൂണ്ടിക്കാണിച്ചു. ഇതേ കണ്ടോ, അവിടെ ഇങ്ങനെ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കണ്ടോ? ഈ സമയം ബഹളവും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ സമയം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പരിഭ്രമത്തോടെ ഇങ്ങനെ നിന്നു. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പോലെ ആ നിമിഷം ഞാനൊന്ന് ഭയന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, പെട്ടെന്നുള്ള ആളുടെ ആ ഒരു തുറച്ചുനോട്ടം കണ്ടാൽ മാത്രമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ജനാലയിൽ നിന്ന് മാറി നേരെ ആ ഒരു കട്ടിലേക്ക് കയറിയിരുന്നു. ആ സമയം എന്നുണ്ടെങ്കിൽ ഏതായാലും നമുക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാം. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമോ കാര്യങ്ങളോ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ അവനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് പിന്നെ കുടുംബമായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നിട്ട് മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ എന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു. ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നത് കേട്ട് ഞാൻ വീണ്ടും എൻ്റെ ആ ഒരു മുറിയിലെ കട്ടിലേക്ക് ഇരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് എന്ന് കണ്ട സമയത്ത് ആൾ എൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖത്ത് വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്ന സമയത്ത് അയാൾ എൻ്റെ ഒപ്പം കട്ടിലേക്കിരുന്നു. ശേഷം എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എന്തൊക്കെയായാലും ഞങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എന്തൊക്കെയായാലും എടുത്തിട്ടില്ല, ഞങ്ങളൊന്ന് ആലോചിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അയാൾ പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അയാളുടെ കണ്ണിലേക്ക് നോക്കി. ശേഷം ഞാൻ എൻ്റെ നിസ്സഹായത അങ്ങനെ കാണിച്ചു. പെട്ടെന്ന് അത് കണ്ട സമയത്ത് എന്തൊക്കെയായാലും നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചിൻ്റെ മുഖം കണ്ടപ്പം എനിക്ക് തോന്നുന്നു അത് വായിക്കണമെന്നുള്ള ഒരു ഇത് തോന്നുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അയാൾ ആ പറയുന്ന സമയത്ത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് മൂളി. പെട്ടെന്ന് അയാൾ വീണ്ടും പുറത്തേക്ക് നോക്കി. അവിടെ ചീത്തവഴക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അയാൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ഞങ്ങളേതായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ, എന്താ താൻ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അയാൾ ചുമ്മാ ഒരു ചിരിയോടെ ചോദിച്ചു. ആ സമയത്ത് ഒരു പുഞ്ചിരിയോടെ ഞാൻ എഴുന്നേറ്റു. അടുക്കളയിലേക്ക് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൾക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ ഒരു മനുഷ്യനെ ഞാൻ അടുക്കളയിൽ വെച്ച് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആളത് ഭംഗിയോടെ കുടിച്ചു തീർത്തു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഷിബുചേട്ടൻ വരുന്ന ശബ്ദം ഞങ്ങൾ കേട്ടത്. അങ്ങനെ അടുക്കളയിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും നേരെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ തന്നെ അയാൾ ഷിബുചേട്ടനെ കണ്ട സമയത്ത് ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ വിളിച്ചു, ആ വാ, നിങ്ങളെ കാത്തിരിക്കുകയാണ്, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അങ്ങനെ ഷിബുചേട്ടൻ വന്ന് അയാളുമായിട്ട് സംസാരിച്ച സമയത്ത് എങ്ങനെയെങ്കിലും ഒത്തുറപ്പാക്കി തരാം എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വാങ്ങിച്ചോളാം, പിന്നെ പൈസ കുറച്ച് കുറയും. അന്നേരം തന്നെ ഞാൻ ഷിബുചേട്ടൻ്റെ അടുത്ത് ഒന്ന് നോണ്ടി വിളിച്ചു, പൈസ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് അയാളുടെ അടുത്ത് പറയാം എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു. അപ്പോൾ തന്നെ ഷിബുചേട്ടൻ അത് ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു 30ാമത്തെ ദിവസമായ സമയത്ത്
രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആ സമയത്തായിരുന്നു നടന്നത്. അങ്ങനെ ഞങ്ങൾ ആ വീട് വിട്ട് ആ സമയത്ത് ഇറങ്ങിയായിരുന്നു. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യട്ടോ. ബൈ ബൈ. നമുക്ക് വീണ്ടും കാണാം. ബൈ.